ഹലോ എവ്രി വൺ, നമസ്കാരം. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സീരീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ്. അപ്പോൾ ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ച് ചെറിയ നേന്ത്രപ്പഴമൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടെ പഴുക്കാൻ പാടില്ല. ഇത് പക്ഷേ കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നേന്ത്രപ്പഴമാണ്. എന്നാൽ പോലും ഞാൻ ആക്ച്വലി ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടി നേന്ത്രപ്പഴം വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് കുറച്ചും കൂടെ ഒന്ന് പഴുത്തത്. പക്ഷേ ഈ നേന്ത്രപ്പഴം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ പാടില്ല. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ പച്ചയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് 2 നേന്ത്രപ്പഴം. 2 നേന്ത്രപ്പഴത്തിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ കാഷ്നട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എടുക്കാം, കാരണം ഇത് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇത്ര കാഷ്നട്ടും എടുത്തിട്ടുണ്ട്, ഇത്ര തന്നെ കിസ്മിസും എടുത്തിട്ടുണ്ട്, അതായത് ഡ്രൈ ഗ്രേപ്സ്. പിന്നെ ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം, അത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യ്. പിന്നെ ആവശ്യത്തിന് എണ്ണ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഫില്ലിംഗ് ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. പിന്നെ എണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്ത് അതായത് നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും നെയ്യും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ അല്ല വരിക. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം റോസ്റ്റ് ചെയ്തെടുക്കുക, അതായത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കണം. ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സ്. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2-3 ടീസ്പൂൺ വരുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഇത്രയൊന്നും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇടുന്നു അത്രയും ടേസ്റ്റ് അല്ലേ. 5-6 അണ്ടിപ്പരിപ്പും 5-6 മുന്തിരിങ്ങ ഇട്ടാലും മതി കേട്ടോ. നമ്മളത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം അണ്ടിപ്പരിപ്പ് ഇട്ടിരിക്കണേ. ഇതിന് ഒരുപാട് മൂത്ത് വരുമൊന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി കണ്ടാൽ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. അതായത് ഇത് കേടുവരാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. ഇന്നുണ്ടാക്കി നാളെയും കഴിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് കേടുവരാണ്ടിരിക്കണമെങ്കിൽ ഇത് ലേശം ഒന്ന് ഫ്രൈ ആവണം. അതായത് ഇതിലത്തെ ലേശം മോയ്സ്ചർ ഉണ്ടെങ്കിൽ, ഇതിൽ കുറച്ച് മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ ലേശം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇരിക്കും കേട്ടോ. പുറത്ത് വയ്ക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞാൽ, ഇന്നുണ്ടാക്കി നാളെയും കൂടെയൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. ഇതിൽ ഈ തേങ്ങയാണ് മെയിനായിട്ട് സ്മെല്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങത്തെ ലേശം മോയ്സ്ചർ ഒന്ന് പോയാൽ അത്രയും മതി. ഇത് ചുവപ്പ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. മതി, ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിട്ടില്ലേ, ആ പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചു. പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 10 സ്പൂണിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു 5-6 ടീസ്പൂൺ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തു വെച്ചിരുന്ന പകുതി ഇട്ടിട്ടുള്ളൂ. ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നമ്മളിത് പൊടിച്ചിരിക്കണതുകൊണ്ട് അങ്ങനെ അലിയാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ ആ ഏലക്കായയും കൂടി ഇട്ട് പൊടിക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ ഏലക്കായ കടിക്കാൻ കിട്ടില്ല.
ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിശ്രിതം റെഡി. ഇനി നമുക്ക് പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിനേക്കൊന്ന് നിറയ്ക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഈ പഴം നിറച്ചത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യം ഉണ്ടല്ലോ, നമുക്ക് ഈ പഴത്തിൻ്റെ 3 ഭാഗത്തൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. വരഞ്ഞു കൊടുക്കാൻ മീൻസ് മുഴുവനായിട്ട് മുറിക്കരുത്. ഓക്കെ, ഇത്രയും മുറിക്കാൻ പാടുള്ളൂ. അതായത് ഈ അറ്റവും നമ്മൾ മുറിച്ച് കളയാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ പഴത്തിൻ്റെ ഉള്ളിലേക്കുണ്ടല്ലോ, ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഇങ്ങനെ ഒരുപാട് നിറച്ചിട്ട് വല്ല ഗർഭിണികളെ പോലെ ആക്കരുത്. അതിൽ മാക്സിമം എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫില്ല് ചെയ്യുക. പക്ഷെ ഒരുപാട് ഫില്ല് ചെയ്താൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ. ഇങ്ങനെ ഈവണായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇതുണ്ടോ, ഇങ്ങനെ ആക്കാം. ഇനിയിപ്പം ഈ വശം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്കും നിറച്ച് കൊടുക്കണം. എപ്പോഴും കുറച്ച് വലിയ ഏത്തപ്പഴം എടുക്കണം നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഒരുപാട് ചെറുതാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫില്ലിങ് കയറില്ല കേട്ടോ. ഓക്കെ, ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കൂടി ഒരു ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഫില്ല് ചെയ്യണം. ഇത് ഞാൻ മുറിച്ച് പറയേണ്ട കുറച്ചധികം മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കുറച്ച് കെയർഫുള്ളായിരിക്കണം, അല്ലെങ്കിൽ ഇതങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും ഇത്രയൊക്കെ മുറിക്കാൻ പാടുള്ളൂ. മുറിച്ചപ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോയി, കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ മൂക്കിൻ്റെ ഭാഗം മുറിച്ചിട്ട് ഇതാ ഇങ്ങനെ പതുക്കെ തൊലി ഇങ്ങനെ അടർത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരെണ്ണം കൂടെ നിറച്ചെടുക്കാനുണ്ട്.
അപ്പോൾ നമ്മൾ 2 പഴം നിറച്ചു. ഇനി ഏകദേശം 1 പഴം കൂടെ നിറയ്ക്കാനുള്ള അത്രയും ഫില്ലിങ് ബാക്കിയുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ നന്നായിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പേസ്റ്റ് പോലെ ആക്കണം. ഞാനിതിൽ ഉപ്പോ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കണേ ഉള്ളൂ. ഞാനിത് മുഴുവനും കുഴക്കില്ല, കുറച്ച് സൈഡിൽ നിന്ന് മാത്രമേ കുഴക്കണുള്ളൂ. എത്ര വേണം നോക്കിയിട്ട് അത്ര എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ മാവുണ്ടല്ലോ, അതായത് മൈദമാവ് കലക്കിയത്, അത് വെച്ചിട്ട് നമുക്കിവിടെ ഇത് അടച്ചു കൊടുക്കണം. ഇത് ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിനെ ഇവിടെ വെക്കട്ടെ. അതുപോലെ അടുത്തതിലും തേച്ച് കൊടുക്കുക. ഇങ്ങനെ 3 സൈഡും ഈ മൈദ ഉണ്ടല്ലോ തേച്ച് പിടിപ്പിക്കാം. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കിയില്ലേ, അതേ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം കേട്ടോ, പക്ഷേ ഞാൻ ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല ചെയ്യണം. ഇത്ര എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ലേശം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മണത്തിന് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം, അത് വേണമെങ്കിൽ ഒന്നൊന്നായിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ 2 എണ്ണം ഇടാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ 2 എണ്ണമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇതിങ്ങനെ ബ്രൗൺ കളറ് എല്ലാ ഭാഗത്തും ആയാൽ നമുക്കെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡായില്ലേ, ഇനിയിപ്പോൾ 3 സൈഡും അതുപോലെ ബ്രൗൺ ആവണം. ഇത് ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല. നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലേ, ആ ഭാഗങ്ങളാണ് ശരിക്കും കറക്റ്റായിട്ട് എല്ലാം നന്നായിട്ട് ആയി വരേണ്ടത്. കാരണം നമ്മൾ അവിടെയാണ് കുറച്ച് മൈദമാവൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അത്ര നന്നായിട്ടാവണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഞാനിതിനെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വെച്ച് കൊടുക്കാം. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് മോൾ ഭാഗം ബ്രൗൺ കളറായി പോകും, പക്ഷെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല.
മതി. ഇത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. മിക്ക ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയുമായിരുന്നിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നോമ്പ് കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളവരെ എനിക്ക് ഉറപ്പാണ്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.